ഇന്നലെ മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകം. എല്ലാവരെയും പോലെ തന്നെ ഞാനും ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഒന്നും രണ്ടുമല്ല, 5 പേരെയാണ് അവൻ ഒറ്റയ്ക്ക് കൊന്നത്. അതും സ്വന്തം വീട്ടുകാരെ തന്നെ. ഈ കാര്യത്തെ പറ്റി പറയും മുമ്പേ റിപ്പോർട്ടർ ടി വിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ ആദ്യം ആലോചിച്ചതാണ് റിയാക്ട് ചെയ്യണോ വേണ്ടത്, പക്ഷെ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ല. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഈ അഫാനെ അറിയോ? ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. ആദ്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. വിവാഹം ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ സമ്മതമായിരുന്നു. എന്ത് സമ്മതമായിരുന്നു? എന്നിട്ട് പിന്നെ എന്താ അത് സംഭവിച്ചത്? പിന്നൊന്നും അറിയത്തില്ല. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും ട്രോമയായി, അത്രയ്ക്കും വിഷമം സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത്, ആ പയ്യന്റെ അടുത്ത് സ്വന്തം കൂടപ്പിറപ്പിന്റെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എന്ത് പറയാനാണ്? അവൻ പറയുന്നുണ്ട് ഇന്നും ചോദിക്കരുത്, എന്നിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്ക്ലൂസീവ് ആയിട്ടൊക്കെ കണ്ടന്റ്സ് വിടാം, പക്ഷെ ഈ കുറച്ചൊക്കെ എമ്പതി ആവാം. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കുറച്ചെങ്കിലും ഒന്ന് കാണിക്കണം. അതുപോലെ തന്നെ ഈ പ്രതിയുടെ പെൺസുഹൃത്തായിട്ടുള്ള പെൺകുട്ടി, അഫ്സാന്റെ പെൺസുഹൃത്തായിട്ടുള്ള പെൺകുട്ടി, പ്രതിയുടെ സഹോദരൻ അഫ്സാൻ, ഇവർ രണ്ടുപേരും അഫ്സാന്റെ പേരുമലയിലെ വീട്ടിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ പാങ്ങോട്ടെ വീട്ടിൽ വയോധിക ഫാത്തിമ ബീബി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കണ്ടില്ലേ? ഈ വീഡിയോയ്ക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്ത് പറയണമെന്നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇന്നലെ തൊട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലായാലും ന്യൂസിലായാലും എല്ലാ സ്ഥലത്തും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണിത്. ഈ 5 പേര്, അതും സ്വന്തം വീട്ടുകാരുൾപ്പെടെ, അവൻ പ്രേമിക്കുന്ന കുട്ടിയെ ഉൾപ്പെടെയാണ് അവൻ കൊന്നിരിക്കുന്നത്. ഈ മർഡർ നടത്തിയതെല്ലാം 23 വയസ്സ് ഉള്ള ഒരു പയ്യൻ മാത്രമാണ്. ഒറ്റയ്ക്കാണ്. 23 വയസ്സേ ഉള്ളൂ അവന്. അവൻ്റെ പേര് അഫാൻ എന്നാണ്. അവൻ ഇതൊക്കെ നടത്തിയതെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി എന്നാണ് അവൻ തന്നെയാണ് പറഞ്ഞത്. അതായത് അവന് 23 വയസ്സിൽ തന്നെ ഏകദേശം 10-25 ലക്ഷം രൂപ കടം ഉണ്ടെന്നാണ് അവൻ തന്നെ മൊഴി കൊടുത്തത്. അത് 25 ലക്ഷത്തോളം കടം ഈ പ്രായത്തിൽ വരണമെങ്കിൽ എന്ത് തരം ഡീലിങ്സ് ആണ് അവൻ നടത്തിയതെന്ന് ശക്തമായി തന്നെ പരിശോധിക്കണം. ആദ്യം റിപ്പോർട്ട് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ വെറും 2 മണിക്കൂർ കൊണ്ടാണ് ഈ 5 പേരെ അടുപ്പിച്ച് കൊന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഏകദേശം രാവിലെ 10:30 എന്തോ തുടങ്ങിയതാണിത്. എല്ലാവരെയും കൊന്നു തീർന്നപ്പോൾ ഏകദേശം 4:30 മണിയായി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും സമയം കൊല്ലണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൻ എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യം തന്നെ അവൻ നിർത്തിയേനെ. കാരണം ആദ്യം അവൻ അറ്റാക്ക് ചെയ്യുന്നത് അവൻ്റെ സ്വന്തം അമ്മയെ തന്നെയാണ്. സ്വന്തം അമ്മയെ അറ്റാക്ക് ചെയ്ത ശേഷമാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിലൂടെ അവൻ കടക്കുന്നത് തന്നെ. അവൻ എന്തെങ്കിലും രീതിയിൽ നിർത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ നിർത്തിയേനെ. ഞാൻ പറഞ്ഞില്ലേ, 10:30 അവൻ സ്വന്തം ഉമ്മയെ അറ്റാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തോട്ടാണ്. ഏകദേശം 1:15 3 മണിക്കാണ് അവൻ്റെ അച്ഛൻ്റെ പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ചുള്ളാലത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തി. 3 മണിക്ക്. അത് കഴിഞ്ഞ് 4 മണി ആയപ്പോഴത്തേക്ക് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷമാണ് കാമുകിയെ കൊല്ലുന്നത്. ഈ കാമുകിയെ കൊന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. അവരുടെ കുടുംബക്കാർ പൈസ നൽകിയില്ല എന്നും പറഞ്ഞാണ് അവന് ഇത്രത്തോളം ഒരു ദേഷ്യം അവരോട് തോന്നാൻ കാരണം. പക്ഷെ ഈ കാമുകിയെ എന്തിനു കൊന്നു എന്നൊന്നും എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ എവിടെയും ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല അതിനെപ്പറ്റി. അത് കഴിഞ്ഞ് ഏകദേശം 4:30 സ്വന്തം സഹോദരനെ കൊന്നത്. കണ്ടില്ലേ? അവന് ഒരു തരത്തിലും സ്വന്തം വീട്ടുകാരാണെന്നോ പ്രണയിച്ച കുട്ടിയാണെന്നോ ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരെയും കൊന്നു തള്ളിയത്. എന്തിനേറെ പറയുന്നത്, സ്വന്തം ഉമ്മയെ പോലും കൊല്ലാൻ ശ്രമിച്ചു. അവരെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് എലിവിഷവും കൂടെ കഴിച്ചു. ഇപ്പം അതാ അവൻ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവനും അങ്ങ് തീരണമായിരുന്നു. അല്ലെങ്കിൽ വേറൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ അവൻ നരകിച്ച് തന്നെ ചാകണം. കാരണം പൈസയുടെ പേരിലാണ് ഇത് ചെയ്തതെങ്കിൽ നരകിച്ച് തന്നെ ചാകണം. കാരണം ഒറ്റയടിക്ക് മരണം അവൻ അറിയാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നരകിച്ച് തന്നെ മരിക്കണം. കാരണം 5 പേര് ഒരു കാര്യവുമില്ലാതെ പൈസയുടെ പേരിൽ നിന്ന് മാത്രമാണ് കൊന്നൊടുക്കിയതെങ്കിൽ അവൻ നരകിച്ച് തന്നെ മരിക്കണം. ഇന്ന് വന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബന്ധുക്കളെയൊക്കെ കൊന്നതെന്ന് പറഞ്ഞാൽ ചുറ്റിക കൊണ്ട് അടിച്ചെന്നൊക്കെയാണ്. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു കട്ടൗട്ട് ഇവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചുറ്റിക കൊണ്ട് അടിച്ച് കൊല്ലണമെങ്കിൽ അവൻ്റെ മൈൻഡ് എത്രത്തോളം ബ്രൂട്ടലായിട്ട് അവരെ കൊല്ലണമെന്ന് ഫിക്സ് ചെയ്ത ഒരു മൈൻഡായിരിക്കും. എന്തായാലും ഒരുപാട് പേര് അവനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അവൻ പള്ളിയിൽ പോകുന്ന പയ്യനാണ്,
അങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ല, ലഹരി ഉപയോഗിക്കുന്നതായിട്ട് അറിയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കുറച്ച് പണ്ടത്തെ ഫ്രണ്ട്സാണ്. എന്തായാലും അത് നമുക്കൊന്ന് കാണാം. ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അങ്ങനെ കളിക്കാനൊക്കെ വന്ന് പരിചയം. ആളൊരു പാവ, ഒരു ദുശീലമൊന്നും ഉള്ളതായിട്ടൊന്നും നമുക്കറിയത്തില്ല. നമ്മളെ ഈ ഇടയ്ക്ക് വിട്ട് നമ്മളായിട്ട് വലിയ കമ്പനിയില്ല, എന്നുവെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ കാണുമ്പോൾ ചിരിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വേറെ കമ്പനിയായിരുന്നു, അങ്ങനെ എഡ്യൂക്കേഷൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മൊബൈൽ ഫോണിൻ്റെ ആണോന്ന് അറിയത്തില്ല, അതിങ്ങനെ പറയുന്നതാ. എഡ്യൂക്കേഷൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ആശുപത്രി പോയി വയറൊക്കെ ക്ലീൻ ചെയ്ത് ചികിത്സയിലായിരുന്നു. കൊച്ചിൽ ഇതിൽ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് എന്തോ എലിവേഷൻ കഴിച്ചിട്ടുണ്ടെന്ന്. അത് കുറച്ച് റിപ്പോർട്ടിൽ ഞാൻ വായിച്ചായിരുന്നു. അതേപോലെ ഇവരുമായിട്ട് നേരത്തെ പോലെ കമ്പനിയില്ലെന്നും പറയുന്നു, പുതിയ കുറേ ഫ്രണ്ട്സ് ആണെന്നും പറയുന്നു. ചിലപ്പം അവരെ കൂടെയൊക്കെ കൂടിയ ശേഷമായിരിക്കാം മേ ബി ഈ ഡ്രഗ്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഇന്നലെ ഈ ന്യൂസ് കേട്ടപ്പോൾ തൊട്ടേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവൻ ഒരു കാര്യമില്ലാതെ, അതായത് പൈസയുടെ പേരിൽ മാത്രമായിരിക്കില്ല ഈ കൊലകൾ ചെയ്തു കൂട്ടിയത്. ഡ്രഗ്സിന്റെ കാര്യം എന്തായാലും ഉറപ്പായിട്ടും വരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ഒരാൾക്ക് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ ഒരു പ്രായത്തിൽ പൈസയുടെ പേരിൽ ഇത്ര പേരെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഞാൻ സ്റ്റിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഡ്രഗ്സിന്റെ യൂസ് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കാണുമെന്ന്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറച്ച് പേജസിലൊക്കെ വന്നായിരുന്നു ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊക്കെ കുറച്ച് പോസ്റ്റേഴ്സ് വന്നായിരുന്നു. പക്ഷെ അത് ഒഫീഷ്യൽ അല്ലാത്തത് കൊണ്ട് ഞാൻ അത് കൺഫേം ചെയ്തില്ലായിരുന്നു. എന്തായാലും ന്യൂസ് വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ട്. എന്തായാലും ലഹരി ഉപയോഗിച്ചതായിട്ട് തെളിവുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏത് തരം ലഹരിയാണ്, എങ്ങനത്തെ ലഹരിയാണ്, എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അത് മിക്കവാറും ഇന്ന് വൈകിട്ടിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ന് 25-ാം തീയതി പുള്ളിക്കാരൻ, അതായത് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ എന്തായാലും ഞാൻ ഇവിടെ വയ്ക്കാം, നിങ്ങൾ എന്തായാലും പോസ്റ്റ് ചെയ്തൊന്ന് വായിച്ചു നോക്കണം. അത് ഇത്രയും പ്ലാൻ ചെയ്ത് ഇത്രയും കൊലപാതകങ്ങൾ പൈസയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി, അതായത് 25 ലക്ഷം എങ്ങനെ കടമായി എന്ന രീതിയിൽ നല്ല രീതിക്ക് അന്വേഷണം വേണം. അതുപോലെ തന്നെ ഒരു പരിഗണനയും സ്റ്റുഡൻ്റ് എന്നോ ഒരു പരിഗണനയും കൊടുക്കേണ്ട. 23 വയസ്സായി, അവൻ മൈനറൊന്നുമല്ല. നല്ല രീതിക്കുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അല്ലാതെ ചുമ്മാ അവിടെ കൊണ്ട് അടച്ചിട്ട് നമ്മുടെ ടാക്സും പിരിച്ച് അവന് ഫുഡും കൊടുത്ത് തടിച്ച് കൊടുത്ത് തിരിച്ചിറക്കാൻ വേണ്ടിയല്ല. ജാമ്യം കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും. അങ്ങനെ ഒരു ശിക്ഷ അല്ല ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു കുറ്റം ചെയ്ത 5 പേരെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കടുത്ത ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതേപോലെ ഇവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്, ആ വീട് ഞാൻ ഒരുപാട് നോക്കി കിട്ടിയില്ല, ഞാൻ പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരാൻ ബഡ്ഡി എന്ന രീതിയിലാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അവന് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പേടിയില്ല. അതായത് ഇത്രയും പേരെ കൊന്നാലും അവന് സുഖമായി പുറത്തിറങ്ങി വരാൻ പറ്റുമെന്ന് അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ഇനിയും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ ഇവന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അപ്പോൾ അടുത്ത് ഒരാൾ ചിന്തിക്കും, ഒരാൾ കൊലയ്ക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മർഡർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആലോചിക്കും എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന്. അല്ലാതെ വെറുതെ നമ്മുടെ പൈസയും പിരിച്ച് അവന് മട്ടനും ചിക്കനും കൊടുത്ത് ജയിലിൽ ഇട്ടേക്കാനാണെങ്കിൽ ശിക്ഷ കൊടുക്കണ്ട, അവന് ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ മതി. എലി വിഷം കുടിച്ചതല്ലേ, അങ്ങ് പോട്ടെന്ന് വെക്കണം.